നല്ല തണുപ്പും വീക്കെൻഡും ഒക്കെ അല്ലേ. അപ്പോൾ നമുക്കിന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ബ്രോസ്റ്റഡ് ചിക്കനാണ്, നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ, പുറം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ വന്നോ, അതിനായിട്ട് ഞാൻ കുറച്ച് മോരെടുത്തിട്ടുണ്ട് കേട്ടോ. തൈരിൽ വെള്ളമൊഴിച്ച് മോരാക്കുക, അല്ലെങ്കിൽ കുറച്ച് പാലിൽ വിനാഗിരി ഒഴിച്ച് ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയാലും മതി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ്, ഗരം മസാല, ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കേട്ടോ. ഞാനിപ്പോൾ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി പോകരുതേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ ചിക്കൻ കഴുകി ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കൻ ഇല്ലേ, അത് സോക്ക് ചെയ്ത് വെക്കും. ഞാനിപ്പോൾ ബിരിയാണി പീസിന്റെ ആ ഒരു വലുപ്പത്തിലാട്ടോ എടുത്തിട്ടുള്ളത്. എല്ലാം ഒന്ന് മുങ്ങി കിടക്കണേ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇത് ശരിക്കും നിങ്ങൾ രാത്രി ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെ തന്നെ ചെയ്തു വെക്കണം കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പാട്ടോ ചെയ്തെടുക്കുന്നത്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് കോൺഫ്ലോർ. ഇത് ചിക്കൻ ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് 2 മാഗി ക്യൂബ് ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് പൊടിച്ചിട്ട് ഈ മൈദ മിക്സിയിലേക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണേ. ഇനി നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കും, അപ്പം ഇങ്ങനെ കട്ടയായിട്ട് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു മിക്സിയിലേക്ക് ഇനി 2 എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം, പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഇതിന് കറക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം, നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇനി കോട്ട് ചെയ്യാനുള്ള പൗഡർ മിക്സും കൂടെ റെഡിയാക്കിയിട്ട് എടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഇതൊന്നും കൂടുതലായി പോകരുത് കേട്ടോ. ഇതിലൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയും ചെയ്യരുത്. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയിട്ട് വരട്ടെ. ചിക്കൻ രാവിലെ ഒരു 10 മണിയപ്പോൾ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് രാത്രിയിലാട്ടോ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓയിൽ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, അത് ചൂടായിട്ട് വരട്ടെ. സോക്ക് ചെയ്ത് ചിക്കൻ അതിൽ നിന്ന് നമ്മൾ മൈദ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത് പിന്നെ അടുത്ത മിക്സിലിട്ടിട്ടൊന്ന് കൂട്ട് ചെയ്തിട്ടും കൂടെ എടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ആ ഒരു മൈദ മിക്സിൽ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ഒറ്റ തവണ കോട്ടിങ് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത് തന്നെ ധാരാളമാണ്. ഞാൻ കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ കോട്ടായിട്ട് നിന്നോളെ. ഇനി ഇങ്ങനെ മൈദ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിലുള്ള എക്സ്ട്രാ ഉള്ളതങ്ങ് വീണ് പോട്ടെ. അപ്പോഴാണ് ആ ഒരു റിങ്കിൾസും കാര്യങ്ങളൊക്കെ വരുക. ഇതുപോലെ ആയിട്ട് ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് റെസ്റ്റോറൻറ്റൊക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റൈലിൽ തന്നെ വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ നിങ്ങൾ ഓയിൽ ചൂടാകുന്ന സമയത്ത് 1 ട്രിപ്പ് ഇടാനുള്ളത് മാത്രമേ ഇതുപോലെ കോട്ട് ചെയ്ത് വെക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഇത് എടുത്തതിന് ശേഷം അടുത്തത് അങ്ങനെ ചെയ്താൽ മതി. കോട്ട് ചെയ്ത് വെക്കരുത് കേട്ടോ ചിക്കന്. ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് കുക്കായതിന് ശേഷം പിന്നെ അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ്, ഒരു 5 മിനിറ്റെങ്കിലും മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ടിട്ട് അതുപോലെ തന്നെ ഒരു 4-5 മിനിറ്റ് വീണ്ടും കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ നല്ല അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ആക്കി നോക്കിക്കോ. ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. ആവശ്യമുള്ളവർ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഓക്കെ, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.